നമസ്കാരം. ഗൾഫ് നാടുകളിലെ മലയാളികൾ അടക്കമുള്ള പ്രവാസികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പുതിയ സാമ്പത്തിക വിപ്ലവത്തിന് യുഎഇയും സൗദി അറേബ്യയും തുടക്കമിടുകയാണ്. വരുമാനം വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം ഓരോ പൗരന്റെയും ആരോഗ്യത്തെ ഒരു നികുതി നിയമം എങ്ങനെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് പ്രവാസ ലോകം. നിങ്ങൾ കുടിക്കുന്ന ശീതള പാനീയങ്ങളിലെ പഞ്ചസാരയുടെ ഓരോ തരിയും ഇനി നിങ്ങളുടെ പോക്കറ്റിനെ ബാധിക്കുമെന്നതാണ് പുതിയ നിയമത്തിന്റെ കാതൽ. ഇതിനോടകം നിലവിലുള്ള നികുതി സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചസാരയുടെ അളവിനനുസരിച്ച് നികുതി നിരക്ക് മാറുന്ന പുതിയ വോള്യൂം മെട്രിക് മാതൃക എന്തായിരിക്കും? മധുരപാനീയങ്ങളുടെ വിലയിൽ വരാനിരിക്കുന്ന മാറ്റം പ്രവാസികളുടെ ജീവിതശൈലി എങ്ങനെ ബാധിക്കും? ഗൾഫ് വിപണികളിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഈ മധുരപാനീയങ്ങളെ 4 വിഭാഗത്തിലാക്കി തിരിച്ചുള്ള നികുതി സംവിധാനം യുഎഇയിലും സൗദി അറേബ്യയിലും പ്രാബല്യത്തിലെത്തുകയാണ്. പഞ്ചസാര ചേർക്കാത്തതും കൃത്രിമ മധുരം മാത്രമുള്ളതുമായ പാനീയം, കുറഞ്ഞ പഞ്ചസാരയുള്ള പാനീയം ഏകദേശം 5 ഗ്രാമിൽ താഴെ, മിതമായ പഞ്ചസാരയുള്ള പാനീയം 5 മുതൽ 8 ഗ്രാമിൽ താഴെ, ഉയർന്ന പഞ്ചസാരയുള്ള പാനീയം 8 ഗ്രാമോ അതിലധികമോ എന്നിങ്ങനെ വിഭജിച്ചാണ് നികുതി കണക്കാക്കുക. മധുരപാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്താനും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി. സ്വാഭാവിക പഞ്ചസാര, ചേർത്ത പഞ്ചസാര, കൃത്രിമ മധുരം എന്നിവ ഉൾപ്പെടെ മൊത്തം പഞ്ചസാരയുടെ അളവാണ് കണക്കാക്കുക. റെഡി ടു ഡ്രിങ്ക് പാനീയങ്ങൾക്കൊപ്പം പൊടി, ജെൽ, എക്സ്ട്രാക്ട്, കോൺസെൻട്രേറ്റ് തുടങ്ങിയ രൂപത്തിലുള്ളവയ്ക്കും ബാധകമാണ്. മില്ലി ലിറ്ററിൽ 8 ഗ്രാമോ അതിലധികമോ പഞ്ചസാരയുണ്ടെങ്കിൽ ലിറ്ററിന് 1.09 ദിർഹമാണ് യുഎഇയിലെ നികുതി. 5 മുതൽ 8 ഗ്രാമിൽ താഴെയുള്ളവരാണെങ്കിൽ ലിറ്ററിന് 0.79 ദിർഹം നികുതി ചുമത്തും. ചേർത്ത പഞ്ചസാരയോ മറ്റു മധുരങ്ങളോ ഇല്ലാതെ സ്വാഭാവിക പഞ്ചസാര മാത്രമടങ്ങിയ പാനീയങ്ങൾക്ക് എക്സൈസ് നികുതി ബാധകമല്ല. 5 ഗ്രാമിൽ താഴെ പഞ്ചസാരയുള്ള പാനീയങ്ങൾക്ക് നികുതിയില്ല. കാർബണേറ്റഡ് പാനീയങ്ങൾ ഇനി പ്രത്യേക എക്സൈസ് വിഭാഗമായി പരിഗണിക്കില്ല. പകരം അവയിലെ പഞ്ചസാര അളവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നികുതി. എന്നാൽ എനർജി ഡ്രിങ്കുകൾക്ക് നിലവിലെ പോലെ എക്സൈസ് നികുതിയുടെ 100% നികുതി തുടരും. പുതിയ നികുതി സംവിധാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മധുരപാനീയങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള പുതിയ സേവനവും ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ നിർമ്മാതാക്കളും, ഇറക്കുമതിക്കാരും, സംഭരണക്കാരും വ്യവസായ ഉന്നത സാങ്കേതിക മന്ത്രാലയം നൽകുന്ന എമിറേറ്റ്സ് കോൺഫോർമിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നേടണം. അംഗീകൃത ലാബുകളിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർട്ടിഫിക്കറ്റ് അനുവദിക്കുക. ഇത് സമർപ്പിക്കാത്ത പക്ഷം ബന്ധപ്പെട്ട പാനീയം ഉയർന്ന പഞ്ചസാര വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നികുതി ഈടാക്കുമെന്ന് അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മധുരം ചേർത്ത പാനീയങ്ങൾക്ക് നിലവിൽ ഈടാക്കിയിരുന്ന ഏകീകൃത 50% എക്സൈസ് നികുതി സംവിധാനം അവസാനിപ്പിച്ചതായി സൗദി അറിയിച്ചിട്ടുണ്ട്. പുതിയ നികുതിയുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഗുഡ്സ് ടാക്സ് നിയമത്തിന്റെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ അംഗീകാരം നൽകി. പുതിയ നികുതി രീതി കുറഞ്ഞ പഞ്ചസാരയുള്ള പാനീയങ്ങൾ വിപണിയിൽ എത്തിക്കാൻ നിർമ്മാതാക്കളെയും ഇറക്കുമതിക്കാരെയും പ്രോത്സാഹിപ്പിക്കും. ഇതുവഴി പഞ്ചസാര ഉപയോഗം കുറയ്ക്കാനും പൊതുജനാരോഗ്യ നിലവാരം മെച്ചപ്പെടുത്താനും സാധിക്കും. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ധനസാമ്പത്തിക സഹകരണ സമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര പ്രവർത്തന രീതികൾ പിന്തുടർന്നാണ് പരിഷ്കാരം നടപ്പാക്കുക. യുഎഇയും സൗദി അറേബ്യയും നടപ്പിലാക്കുന്ന ഈ നികുതി പരിഷ്കാരം വെറുമൊരു സാമ്പത്തിക നയം മാത്രമല്ല, മറിച്ച് വരും തലമുറയുടെ ആരോഗ്യത്തിനായുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ചുവടുവയ്പ്പാണ്. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പഞ്ചസാരയുടെ അമിത ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 ജനുവരി മുതൽ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം ആരോഗ്യകരമായ പാനീയങ്ങൾ നിർമ്മിക്കാൻ കമ്പനികളെ നിർബന്ധിതരാക്കും. ഇതൊരു മികച്ച ഭക്ഷണക്രമത്തിലേക്ക് മാറാനുള്ള അവസരം കൂടിയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഒത്തൊരുമയോടെ നടപ്പിലാക്കുന്ന ഈ സുപ്രധാന തീരുമാനം വരും വർഷങ്ങളിൽ ആരോഗ്യ സാമ്പത്തിക മേഖലകളിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. പഞ്ചസാര ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ടതാണ്, പക്ഷെ ആരോഗ്യത്തിന് അത് അത്ര നല്ലതല്ല. ഡയബറ്റീസ് ഉൾപ്പെടെ ഒരുപാട് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് പഞ്ചസാര. എന്തായാലും ഈ നിയമം വരുന്നതോടുകൂടി ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവിൽ ഒരു നിയന്ത്രണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ഈനാട് ഗ്ലോബൽ.